ഇനി അടുത്തത് കോൺഗ്രസ് സർക്കാർ എന്ന കാര്യത്തിൽ LDFന് പോലും സംശയമില്ലാത്ത സ്ഥിതിക്ക് UDFിലേക്ക് എത്താൻ പോകുന്ന ബാക്കി LDF വോട്ട് ബാങ്കുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇടുക്കിക്കും വട്ടിയൂർക്കാവിനും ആറന്മുളയ്ക്കും കോതമംഗലത്തിനും ശേഷം UDF ഭാഗ്യനക്ഷത്രം തെളിഞ്ഞിരിക്കുന്ന മണ്ഡലം പീരുമേടാണ്. ഒരിക്കലും കോൺഗ്രസിനെയോ UDFിനെയോ കൈവിടാത്ത ഇവിടം ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായിരുന്നു. അന്തരിച്ച മുൻ കോൺഗ്രസ് നേതാവ് KK തോമസ് വളരെ കാലം തൂത്തുവാരിയിരുന്ന ഇവിടം പിന്നീട് EM അഗസ്റ്റിനെയും ഈ മണ്ഡലം തുണച്ചിട്ടുണ്ട്. എന്നാൽ അഗസ്റ്റിയെ തോൽപ്പിച്ചാണ് CPIയുടെ ബിജിമോൾ LDFന് വേണ്ടി ഈ മണ്ഡലം പിടിച്ചെടുത്തത്. ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവിനെയോ ജനകീയനെയോ നിർത്തിയാൽ ഉറപ്പായും പിടിച്ചെടുക്കാവുന്ന മണ്ഡലമാണിത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അടുത്ത മണ്ഡലം വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവിന്റെ മണ്ഡലമായ കളമശ്ശേരിയാണ്. UDF അനുകൂല വികാരം നിലനിന്നിരുന്ന ഈ മണ്ഡലത്തിൽ അഴിമതി ആരോപണത്തിന്റെ പേരിൽ മുസ്ലിം ലീഗിന്റെ മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് മത്സരിക്കാതെ മകനെ നിർത്തി അക്കാലം വരെ ലീഗിനെ തുണച്ചിരുന്ന കളമശ്ശേരിക്കാർ മാറ്റി CPMന് കുത്തിയതോടെ അവിടം ഇടത് ലിസ്റ്റിലേക്ക് ചേർക്കപ്പെട്ടു. ഒന്നിരുത്തി ചിന്തിച്ചാൽ UDFന് കിട്ടാവുന്നതേയുള്ളൂ ഈ കളമശ്ശേരി. വിവാദങ്ങളും അൻവറിന്റെ രാജിയും കൊണ്ട് LDFന് കൈവിട്ട മണ്ഡലമായ നിലമ്പൂര് ഇനിയൊരു ചെന്താമര വിരിയില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ കുറെ കാലം ആര്യാടൻ മുഹമ്മദ് കൈവശം വെച്ചിരുന്ന ഇവിടം അൻവറിന്റെ ഇടംതിരിപ്പിൽ കോൺഗ്രസ് ഒപ്പം തന്നെ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ചേരിപ്പോരില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ UDFന് ഇവിടം വെള്ളിക്കൊടി പാറിക്കാൻ സാധിക്കും. അടുത്തത് പട്ടാമ്പിയാണ്. പാലക്കാട് പട്ടാമ്പി. കോൺഗ്രസ് നേതാവ് CPM മുഹമ്മദ് തുടരെ വിജയിച്ചിരുന്ന ഈ മണ്ഡലത്തിൽ CPIയുടെ മുഹമ്മദ് മക്സീനാണ് ഈ സീറ്റ് ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസിൽ പോരുണ്ടായിരുന്നപ്പോൾ എല്ലാം പട്ടാമ്പി സീറ്റ് LDFന് കിട്ടിയിട്ടുണ്ട് എന്നതാണ് ചരിത്രം. വരുന്ന തിരഞ്ഞെടുപ്പിൽ പടലപ്പിണക്കങ്ങൾ മാറ്റി നിർത്തി ഒന്നായി നിന്നാൽ പട്ടാമ്പി പുട്ടുപോലെ ജയിച്ചെടുക്കാൻ UDFനെ കൊണ്ടാകും. ക്രൈസ്തവ വോട്ടുകൾ കൊണ്ട് സമ്പന്നമായ തിരുവല്ലയാണ് UDFന് അനായാസം പിടിച്ചെടുക്കാൻ പറ്റിയ മറ്റൊരു സീറ്റ്. LDF മാത്യു J തോമസ് ആണ് ഇവിടത്തെ പ്രതിനിധി. UDF ഈ സീറ്റ് കേരള കോൺഗ്രസിലാണ് നൽകി വരുന്നത്. ഗ്രൂപ്പിസം കൊണ്ട് നഷ്ടമാകാവുന്ന ഈ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചാൽ ഈ സീറ്റ് കോൺഗ്രസിന് തന്നെ കിട്ടും. അടൂര് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ്. വർഷങ്ങളായിട്ട് തിരുവഞ്ചൂരിന്റെ സീറ്റായിരുന്ന ഇവിടം പിന്നീട് പട്ടികജാതി സംവരണ മണ്ഡലമായതിനെ തുടർന്ന് അദ്ദേഹം കോട്ടയത്തേക്ക് എത്തി. സംവരണ മണ്ഡലമായതോടെ അടൂരിൽ LDFന് അനുകൂലമായി മാറി. CPM നേതാവാണ് ഇവിടത്തെ MLA. ഒരു യുവ നേതാവിനെ പരീക്ഷിച്ചാൽ ഇവിടം UDF ലിസ്റ്റിലേക്ക് ചേർക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കങ്ങളൊന്നുമില്ല.